എന്താടാ എന്തൊക്കെയുണ്ട്? ഞാൻ അങ്ങോട്ടൊന്ന് വരാന്ന് വിചാരിക്കുക. നീ മേടിച്ച ഇതില്ലേ, ഡൈനിങ് ടേബിൾ ഇല്ലേ, അതേപോലെ എനിക്ക് ഒരെണ്ണം വാങ്ങിക്കണ്ടായിരുന്നു. ഞാനൊന്ന് വരാന്ന് വിചാരിക്കണം. അല്ല, നീ ഒറ്റയ്ക്കാണോ അതോ ഭാര്യ ഉണ്ടോ കൂടെ? വൈഫ് അവള് വരുന്നതാണ് പറയണത്. അവള് വരുന്നുണ്ട്. എടാ അത് വേണ്ടട്ടാ. അതെന്താ? എടാ എന്റെ ഭാര്യക്ക് ഈയിടെയായിട്ട് എന്നെ ഭയങ്കര സംശയം. അതെന്താ? അല്ലടാ, ഏതൊരു തെണ്ടി വിളിച്ചു പറഞ്ഞു ഞാൻ ബീച്ചില് മതാമാളെ നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോ ആരുടെ അടുത്ത് മിണ്ടിയാലും അവൾക്ക് ഭയങ്കര സംശയമാണ്. നീ ഒറ്റയ്ക്ക് വന്നാൽ മതി കേട്ടോ. ഓ ശരി, എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് 10 മിനിറ്റിൽ വരാം. ശരി, ഓക്കെ. ശരിടാ, ബൈ. ഹലോ ഹലോ. വിശേഷം? സുഖായിരിക്കണ്ട്. എന്തൊക്കെയുണ്ട് അവിടെ? ഇവിടെ ഒന്നുമില്ല, അങ്ങനെ പോകുന്നു. ഞങ്ങള് നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി, 3-4 ദിവസമായി വന്നിട്ട്. തുടങ്ങി. ഇപ്പൊ 2-3 ദിവസമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് ഞാൻ. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? ഇന്നലെ വാർഡില് നമ്മുടെ രമേശിനെ അറിയില്ലേ, ആ പുതിയ പയ്യനെ? തമിഴ് പയ്യനല്ലേ? അതന്നെ. അപ്പൊ 8ാം വാർഡില് നമ്മുടെ അപ്പാപ്പനുണ്ടല്ലോ, ഇത് ഗ്യാസ് കയറിയിട്ട് കിടന്ന് പെടയായിരുന്നു. അപ്പൊ ഇവൻ വിചാരിച്ചു ആൾക്കെന്തോ ശ്വാസം കിട്ടാതെ കിടന്ന് പെടയാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, ആള് CPR കൊടുത്തു. അപ്പൊ എന്നിട്ടോ ഈ അപ്പാപ്പനെ അവന്റെ ചുണ്ട് കടിച്ചു പറിച്ചടാ. അതെ, അയാള് ഗേയാന്നാ പറയുന്ന കേട്ടെ. നമ്മുടെ ഈ മലയാളികളുടെ ഇടയിൽ തന്നെ ഇപ്പൊ ഒത്തിരി ആൾക്കാരുണ്ടെന്നാ പറയുന്ന കേട്ടെ, ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാര്. അതെ ശരിയാ. എന്നാ പിന്നെ ശരിയെന്നാ, നമുക്ക് പിന്നെ കാണാം. ഇടയ്ക്കൊക്കെ ഇറങ്ങും കേട്ടോ. ഓക്കെ, ശരിയേ, ബൈ. എന്താ വരാൻ ലേറ്റായി? വൈഫ് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അത് പറഞ്ഞ് മനസ്സിലാക്കി വരാൻ കുറച്ച് സമയം എടുത്തു. നമ്മുടെ കെവിൻ ഒരു മൊബൈൽ തട്ടുകട തുടങ്ങിയത് എങ്ങനെയുണ്ട്? അതായത് 2 മണിക്കൂറിന്റെ ഉള്ളില് ഉണ്ടാക്കിയ ഫുഡ് എല്ലാം ശരിക്കും പിന്നെ കിട്ടില്ല. നമുക്കും അതേമാതിരി ഒരെണ്ണം തുടങ്ങിയാലോ? ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം. ഒരാൾ ഒരു നല്ലൊരു കാര്യം തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മറ്റേ ആൾക്കാർ അടുത്തടുത്ത് തന്നെ അപ്പുറത്ത് തുടങ്ങും. നന്നാവില്ല, മലയാളികൾ നന്നാവില്ല. അതെ, വൈഫ് വന്നില്ലേ? ഇല്ല, വന്നില്ല. അയ്യോ, അതെന്ത് പറ്റി കൊണ്ടുവരാഞ്ഞത്? കുക്കിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയാ. എടാ, നീയല്ലോ പറഞ്ഞ വാഴ ബ്രിസ്ബെയിനിലൊക്കെ കൊലയ്ക്കൊന്നു. എന്നിട്ട് ആരോ പറഞ്ഞു കേട്ടല്ലോ ജോസേന്റെ അവിടെ വാഴ കൊലച്ചു. നീ കണ്ടായിരുന്നാ? അത് പിന്നെ അതെ, അയാള് ഗേയാന്നാ പറയുന്ന കേട്ടെ. നമ്മുടെ ഈ മലയാളികളുടെ ഇടയിൽ തന്നെ ഇപ്പൊ ഒത്തിരി ആൾക്കാരുണ്ടെന്നാ പറയുന്ന കേട്ടെ, ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാര്. പോയാ? അത് വല്ല മിക്സ്ചറൊക്കെ. കഴിഞ്ഞ ശനിയാഴ്ച ജോസേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. ചേച്ചി ഡ്യൂട്ടിയിലായിരുന്നു. ജോസേട്ടൻ എന്നെ പിന്നാമ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു തന്നു. തോമസേ, മേലാൽ ഇമാതിരി വർത്താനം പറയാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് കേട്ടോ. ഇടി എന്തുവാടി? നിങ്ങൾ മിണ്ടരുത്, ഇങ്ങോട്ട് നീങ്ങിയിരിക്കും മനുഷ്യ. അത് ഞാൻ ജോസേട്ടന്റെ പഴം ഒലക്കയുടെ മൂട് ഇപ്പൊ പറയണ ഇവിടുന്ന്. ഇതിനെ കൊണ്ട് തോറ്റു.